നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നാഴികയ്ക്ക് 40 വട്ടം ദേശീയ മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കുഴലൂത്തുക എന്ന് മാത്രമാണ്. അവിടെ സത്യമോ നന്മയോ കാരുണ്യമോ ഒന്നും തന്നെയില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് അതും ആയി രംഗത്ത് വരുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. ഇടതുപക്ഷമല്ലാത്ത ആരെയും തന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്ന സത്യം എല്ലാവർക്കും അറിയാം. മാധ്യമപ്രവർത്തനം എന്നാൽ അതായത് ഭരണപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കലല്ല എന്ന് പലവട്ടവും പലരും പറഞ്ഞു കേൾക്കാറുള്ളതും പഠിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ്. ജേർണലിസം ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് ഗ്യാലറികളിൽ ഇരുന്ന് കളി കാണണം, കളത്തിലിറങ്ങി കളിക്കരുത് എന്നാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അട്ടഹാസവും ബഹളവുമായി ന്യൂസ് റൂമുകളിൽ അഴിഞ്ഞാടുന്ന സ്ഥിതിയാണുള്ളത്. സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ അവധാനതയോടെ മാന്യതയോടെ കൈകാര്യം ചെയ്യേണ്ട വാർത്തകളെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഒരു ജനവിധി, ആ ജനവിധിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് സാധാരണ അണികളെ പോലെ ന്യൂസ് ഡെസ്കുകളിൽ ആടിത്തിമിർക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ എല്ലാ വികാരങ്ങളും അവർ പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ തെരുവുകളിലും മറ്റും ഇറങ്ങി നിന്ന്, പൊതുസ്ഥലത്തിറങ്ങി നിന്ന് ഗോഗോ വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരെ പോലെ മാധ്യമ പ്രവർത്തകർ മാറിയാൽ എവിടെയാണ് മാധ്യമധർമ്മം എന്ന വാക്കിന് അർഹതയുള്ളത്? ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ എനിക്കറിയാം, ഞാനും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിരുന്ന ഒരാളാണ്. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്താ ഡെസ്കുകളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും അറിയാതെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ന്യൂസ് 18 ഡെസ്കിലുണ്ടായിരുന്നു. നമുക്കറിയാം, അന്ന് ചില ഇടതുപക്ഷ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയ ഭാഷയിലും ഒക്കെ പറഞ്ഞാൽ ഇടതുപക്ഷത്തെ മാധ്യമപ്രവർത്തകർ, ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകർ BJP വിജയിക്കുന്ന കാണുമ്പോൾ വിയർക്കുകയും വാർത്ത വായനയുടെ ഇടയിൽ പകുതിക്കാക്കി ഇറങ്ങിപ്പോവുകയും ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അത് പക്ഷെ പുറം ലോകത്ത് അറിയാറില്ല. മറ്റൊരു റീഡറെ അപ്പോൾ തന്നെ ഇരുത്തി അങ്ങ് വാർത്ത വായിച്ചുകൊണ്ടോ എനിക്ക് വയ്യ, ഇനി നിങ്ങൾ വായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടവർ പരസ്പരം അങ്ങനെ ഒരു കൈമാറലൊക്കെ നടത്തി അങ്ങ് പോകും. സത്യത്തിൽ അത് തന്നെ പ്രൊഫഷണൽ അല്ലാത്തൊരു സമീപനമാണ്. ഒരു ഡോക്ടർ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട രോഗികളെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആൾക്കാരെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയല്ലേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ത് കാണുന്നോ, രാഷ്ട്രീയമാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും എന്ത് കാണുന്നോ ആ കാണുന്നതിനെ അതിൻ്റെ ഗുണവശങ്ങളും ദോഷഫലങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം ഇങ്ങനെ ന്യൂസ് ഡെസ്കുകളിൽ ആടിത്തിമിർത്താൽ എന്തായിരിക്കും ഫലം? യഥാർത്ഥത്തിൽ TRP റേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ TRP ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണ് റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഒരാൾ RSSനും BJPക്കും അനുകൂലമായ കുഴലൂത്ത് നടത്തുമ്പോൾ മറ്റുള്ള അവർ കോൺഗ്രസിനും CPMനും ഒക്കെ അനുകൂലമായി നടത്തുന്ന ബഹളങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം രംഗത്ത് വന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 26 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ലൊട്ടുലൊടുക്ക് 26 രാഷ്ട്രീയ സംഘടനകൾ, ആ രാഷ്ട്രീയ സംഘടനകൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സഖ്യം എവിടെയൊക്കെയോ വിജയിക്കുന്നത് കാണുമ്പോൾ ആടിത്തിമിർക്കുന്ന ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെ നമുക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ഡെസ്കിൽ കാണാം. അതിലേറ്റവും ലജ്ജാകരമായി തോന്നുന്നത് അവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അരുൺകുമാർ എന്ന് പറയുന്ന ആളെ ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ഗണത്തിൽപ്പെടുത്തില്ല. ഒരുപക്ഷെ പ്രായം കൊണ്ട് മുതിർന്നതാവാം, പക്ഷേ അതിലുമേറെ പ്രവൃത്തി പരിചയമുള്ള, അതിലുമേറെ കാലം നമുക്കറിയാം ഒരു ദൃശ്യമാധ്യമ രംഗത്ത് ഒരു ട്രെൻഡ് സെക്ടറായി നിന്ന, വാർത്ത എങ്ങനെ അവതരിപ്പിക്കണം, വാർത്ത ഏത് രീതിയിൽ അവതരിപ്പിക്കണം, വാർത്താ അവതാരകന്റെ ശരീരഭാഷ എന്തായിരിക്കണം എന്നിവരെ തീരുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്ന MV നികേഷ് കുമാർ എന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ തൊഴിലാളി, നേരത്തെയുള്ള മുതലാളി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള പ്രൊഫഷണലായുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്ത് അതിനുശേഷം സ്വന്തമായ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി, അതിനുശേഷം ഇടയ്ക്ക് ഇന്ത്യ വിഷന്റെയും ഒക്കെ ഭാഗമായിരുന്ന, കേരളത്തിലെ മലയാളികളുടെ വാർത്താ കൾച്ചറിനെ തന്നെ നിർണയിച്ചിരുന്ന
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് സെറ്ററായി നിന്നിരുന്ന MV നികേഷ് കുമാറും അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണനും അടക്കമുള്ളവർ അവിടെ കാണിച്ച കോപ്രായം ഒരു തരത്തിലും സഹിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തനം പഠിച്ച യഥാർത്ഥ മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന, മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇന്നലെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ. അത് പറയാതിരിക്കാൻ തരമില്ല. ആ പേക്കൂത്ത് നമുക്കൊന്ന് കാണാം. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എനിക്കുമുണ്ട് കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായം. പക്ഷേ ഞാനത് എൻ്റെ വാർത്തയിലോ എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ മറ്റുള്ള രീതികളിലോ അത് കാണിക്കാറില്ല. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു സംഘടനയുടെ ഭാഗമായിരുന്ന, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഒരിക്കലും കാണിക്കാറില്ല. മാധ്യമപ്രവർത്തനം എന്താണെന്ന് പഠിച്ചതിലുള്ള ആ ഒരു എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനും എന്നെ പോലുള്ള ചിലരെങ്കിലും, ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ഇത് കാണിക്കാതിരിക്കുന്നത്. വാർത്തകൾ BJPക്കോ അല്ലെങ്കിൽ CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒക്കെ അനുകൂലമായതും പ്രതികൂലമായതുമായ വാർത്തകൾ ഉണ്ടാവാം. അതിൽ ചിലത് അനുകൂലമാകും, ചിലത് പ്രതികൂലമാകും. പക്ഷേ അതല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സഖ്യം, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് നേടുമ്പോൾ കാണിക്കുന്ന ആ ഒരിടൽ ഉണ്ടല്ലോ, ആ ഒരിടൽ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കാൻ അർഹതയില്ലാത്ത നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെന്ന് കേരളം അടയാളപ്പെടുത്തുക? അതാണ് ചോദിക്കാനുള്ള പ്രസക്തമായ ചോദ്യം. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായ ചില ട്രോളുകൾ കാണാനിടയായി. അതിലൊരു ട്രോളും ഇവിടെ പങ്കുവയ്ക്കാം. ഈ 4 പേരും കടന്ന് ആടിത്തിമിർക്കുന്നു. സുജയ്ക്ക് ചെറിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് സുജയ ഒന്ന് മാറി നിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ 4 പേരും കിടന്ന് ബഹളം വെക്കുന്നതിനെ കുറെ തെരുവ് പട്ടികൾ ഓരിയിടുന്നതുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ നല്ല ഒന്നാം തരം ഒരു ട്രോള് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇത്തരം ട്രോളുകളെ, അതായത് മാധ്യമപ്രവർത്തകരെ എതിർക്കുന്ന ഇത്തരം ട്രോളുകളെ വലിയ രീതിയിൽ ഞാൻ അതിനെ കാര്യമാക്കാറില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ ട്രോളുകൾ ചെയ്ത ആരാണെങ്കിലും അത് ശരിയാണെന്ന് തോന്നുന്ന വളരെ കൃത്യമായ ട്രോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗോദി മീഡിയ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം, നമുക്കറിയാം TG മോഹൻദാസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ TG മോഹൻദാസ് നികേഷ് കുമാറിന് കൊടുത്ത മറുപടി വളരെ കൃത്യമായിരുന്നു. അതിൽ പോലും അൺപാർലമെന്ററിയായ വാക്കുപയോഗിച്ച നികേഷ് കുമാറിന് എന്താണ് പറ്റിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും അൺപാർലമെന്ററിയായ ഒരു വാക്ക്. ഞാൻ നടത്തുന്നത് ഒരു ഓൺലൈൻ ചാനലാണ്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിരിക്കുകയും ജേർണലിസം പഠിക്കുകയും ജേർണലിസം കുറെ കാലം പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്, ഒരു വൃത്തികെട്ട ഭാഷയും ഉപയോഗിക്കരുത്. മാധ്യമധർമ്മത്തിന് അനുകൂലമല്ലാത്ത ഒരു ഭാഷയും എൻ്റെ മാധ്യമ സ്ഥാപനം ഉപയോഗിക്കരുത് എന്ന് കർശനമായി പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് പറയാൻ കഴിയുന്നത്. പണം വരാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ആൾക്കാരെ സൃഷ്ടിക്കാനോ വേണ്ടി തെറി പറയുകയോ അല്ലെങ്കിൽ അത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതി എനിക്കില്ല. മാധ്യമ പ്രവർത്തനത്തിന്റെ ആ എത്തിക്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകയായി തുടരാൻ തന്നെയാണ്, കൃത്യമായ രാഷ്ട്രീയമുള്ളപ്പോഴും മാധ്യമപ്രവർത്തകയായി ആ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് മനസ്സിലാക്കിക്കൊണ്ട് തുടരുകയാണ് എന്നെ പോലുള്ള ചിലരെങ്കിലും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണോ നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, ഇതാണോ മാധ്യമ പ്രവർത്തനമെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ? എന്തല്ല മാധ്യമ പ്രവർത്തനമെന്ന്, ഏതായിരിക്കണം മാധ്യമ പ്രവർത്തനമെന്ന് പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ നോക്കിക്കാണേണ്ട ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു ട്രെൻഡ് സെക്ടറായി നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇതല്ല മാധ്യമ പ്രവർത്തനമെന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് MV നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ മരം വെട്ട് മുതലാളിയും ഇറങ്ങി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അദാനിയും അംബാനിയും ഒക്കെ മാധ്യമ സ്ഥാപനവുമായി വരുമ്പോൾ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ ചാനൽ അദാനിയും അംബാനിയും ഒക്കെ ഇറങ്ങി കുഴലൊത്തും നടത്താറില്ല. നമുക്കറിയാം മറ്റ് സ്ഥലങ്ങളിലൊക്കെ BJP അനുകൂല മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വരുന്നുവെന്ന്, അല്ലെങ്കിൽ അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ് ഓരിയിട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അദാനിയും അംബാനിയും ഒക്കെ കേരളത്തിൽ വന്ന് ഇവരെ വിളിച്ചാൽ അവർക്ക് മാധ്യമധർമ്മമോ അദാനിയോ അംബാനിയോ ഒന്നും പ്രശ്നമല്ല. അതായത് ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അതുമാത്രമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ
കൃത്യമായ വിവരമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്ന, ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന എത്ര പേരാണ് അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ ഷെയറും ചാനലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നത്? അവിടെ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ബൂർഷയും മറ്റൊന്നും തന്നെ ഇല്ല. അതാണ് നമ്മൾ കാണുന്ന പതിവ് കാഴ്ച. ഏതായാലും മാധ്യമ പ്രവർത്തനം എന്നത് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമായി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമേതുമില്ല.